ഇന്ത്യയുടെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ AI-171 നമ്പർ ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനം ഒരു വിസ്ഫോടനത്തെ തുടർന്ന് നിലം പതിക്കുകയുണ്ടായി. ആകാശത്തിലെ സ്വപ്നം, ദ ഡ്രീം ഇൻ ദ സ്കൈ എന്ന് വിശേഷിപ്പിച്ചിരുന്ന ആ വിമാനം നൂറുകണക്കിന് മനുഷ്യരുടെ ജീവൻ എടുത്തുകൊണ്ട് നിലം പതിച്ചപ്പോൾ ലോകമാകെ നടുങ്ങി. പേരുണ്ടായിരുന്ന ആ വിമാനത്തിന് എന്താണ് സംഭവിച്ചത്? ബോയിങ് എന്ന വിമാന നിർമ്മാണ കമ്പനിയുടെ പേര് വീണ്ടും സംശയത്തിന്റെ നിഴലിലേക്ക് പോകാനുണ്ടായിരിക്കുന്ന കാരണം എന്തൊക്കെയാണ്? ഉച്ചയ്ക്ക് ഏകദേശം 1:30 സംഭവം ഉണ്ടാവുന്നത്. ലണ്ടൻ ഗാറ്റ്വിക് എയർപോർട്ടിലേക്ക് അഹമ്മദാബാദിൽ നിന്നും പുറപ്പെട്ടിരുന്ന ബോയിങ് 787 വിമാനമാണ് നിമിഷങ്ങൾക്കകം നിലംപതിച്ചത്. വിമാനം റൺവേയിൽ നിന്ന് ഉയർന്ന് നിയന്ത്രണം വിട്ടു എന്ന് കണ്ടപ്പോൾ പൈലറ്റ് സുമിത് സബർവാൾ കൊടുത്തിരുന്ന സന്ദേശം ഇതായിരുന്നു: നോ ത്രസ്റ്റ്, അൺഏബിൾ ടു ലിഫ്റ്റ്. മുന്നോട്ട് പോകാൻ ശക്തിയില്ല, ഉയർത്തുവാൻ സാധിക്കുന്നില്ല. ഈ വാക്കുകൾ പറഞ്ഞ നിമിഷങ്ങൾക്കകം വിമാന വിസ്ഫോടനം സംഭവിച്ചു. റൺവേയിൽ നിന്നും വെറും 2 കിലോമീറ്റർ മാറിയുള്ള BJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിലേക്കാണ് വിമാനം വന്നിടിച്ചത്. ഇതിനെ തുടർന്നുണ്ടായ സ്ഫോടനത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന 241 പേരും പുറത്തുണ്ടായിരുന്ന നിരവധി നിരപരാധികളും കൊല്ലപ്പെട്ടു. ദുരന്തം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ അന്വേഷണം ആരംഭിച്ചു. ഈ ദുരന്തത്തിന് അടിസ്ഥാനമായി 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഒന്നെങ്കിൽ എഞ്ചിൻ തകരാർ. പൈലറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ നോ ത്രസ്റ്റ്, അൺഏബിൾ ടു ലിഫ്റ്റ് എന്ന സന്ദേശം വിമാനത്തിന്റെ എഞ്ചിൻ തകരാറിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 2 എഞ്ചിനുകളും ഒരേ സമയം തകരാറിലാവുന്നത് വളരെ വിരളമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. എന്നാൽ ഈ ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയുന്നതല്ല. പിന്നീടുള്ളത് സാങ്കേതിക തകരാറാണ്. വിമാനത്തിന്റെ ചിറകുകളിലെ ഫ്ലാപ്പുകൾ ടേക്ക് ഓഫ് പൊസിഷനിലായിരുന്നില്ല എന്നും ലാൻഡിംഗ് ഗിയർ സംബന്ധമായ അപാകതകളും ഉണ്ടായിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇത് വിമാനത്തിന്റെ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ സംഭവിച്ചിട്ടുള്ള അപാകതയാവാനാണ് സാധ്യത. ഇതിനെ വിമാനത്തിന്റെ മൊത്തത്തിലുള്ള ഹാർഡ്വെയർ ഇഷ്യൂ ആയിട്ട് കണക്കാക്കേണ്ടിയിരിക്കുന്നു. പിന്നീടുള്ളത് ഹ്യൂമൻ എറർ ആണ്. പൈലറ്റ്സിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നത് അന്വേഷണ പരിധിയിലുള്ള ഒന്നാണ്. അന്വേഷണം പുരോഗമിക്കുമ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ ബോയിങ് എന്ന വിമാന നിർമ്മാണ കമ്പനിയുടെ നേരെയാണ്. കാരണം ഇത് ബോയിങ്ങിന് സംഭവിക്കുന്ന ആദ്യത്തെ ദുരന്തമല്ല. ഇനി എയർ ഇന്ത്യക്ക് സംഭവിച്ച വിപത്തിന് ബോയിങ് എന്ന പേര് എന്തിനാണ് പറയുന്നതെന്ന് ചിന്തിക്കുന്നവർക്കായി പറയാം. എയർ ഇന്ത്യ എന്നത് ഒരു എയർലൈൻസ് ബിസിനസ് നടത്തുന്ന കമ്പനി മാത്രമാണ്. ഈ കമ്പനി അടക്കം ലോകത്ത് ഒരുപാട് എയർലൈൻസ് ബിസിനസ് കമ്പനികൾക്ക് വിമാനം നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു എയർലൈൻസ് മാനുഫാക്ചററാണ് ബോയിങ്. ബോയിങ് എന്ന പേര് ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടത് ബോയിങ് 737 മാക്സ് എന്ന വിമാനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. 2018 ഇന്തോനേഷ്യയിൽ ലയൺ എയർ എന്ന വിമാനവും 2019 എത്യോപ്യൻ എയർലൈൻസ് വിമാനവും വെറും 5 മാസത്തെ ഇടവേളയിൽ തകർന്നു വീണു. Indonesia passenger plane crashing into the sea minutes after takeoff. 5 months later, the Ethiopian Airlines flight lunged into the ground. ഇതിൽ മൊത്തം 346 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇതിന് കാരണമായി പറയുന്നത് ബോയിങ് 737 മാക്സിൽ വെച്ചിരുന്ന MCAS എന്ന സോഫ്റ്റ്വെയറിലുണ്ടായ ചില പ്രോബ്ലംസ് ആണ്. തെറ്റായ സെൻസർ വിവരങ്ങൾ കാരണം വിമാനം പൈലറ്റിന്റെ കൺട്രോളിൽ നിൽക്കാതെ നിലം പതിക്കുകയാണ് ഉണ്ടായത്. ഈ ഒരു സംവിധാനത്തെക്കുറിച്ച് പൈലറ്റുകൾക്ക് മതിയായ പരിശീലനം കൊടുത്തില്ല എന്നും സുപ്രധാന വിവരങ്ങൾ ബോയിങ് മറച്ചുവെച്ചുവെന്നും പിന്നീട് കണ്ടെത്തി. ഈ ദുരന്തങ്ങൾക്ക് ശേഷം ബോയിങ് 737 മാക്സ് എന്ന വിമാനം 1.5 വർഷം പറക്കാൻ അനുമതിയില്ലാതെ നിലത്ത് കിടക്കേണ്ടി വന്നു. കൂടാതെ ബോയിങ്ങിന് കോടിക്കണക്കിന് ഡോളർ പിഴയടക്കേണ്ടിയും വന്നു. തുടർന്ന് കമ്പനിയുടെ പേരും റെപ്യൂട്ടേഷനും ഗുഡ്വില്ലും താഴെ പോവുകയും ചെയ്തു. Boeing is now a dreaded name in the world of aviation. ബോയിങ് എന്ന കമ്പനിക്കുള്ളിൽ നടന്ന പല സുരക്ഷാ വീഴ്ചകളും അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് പുറത്തു പറയുകയുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ സംസാരിക്കുന്നവരെ വിസിൽ ബ്ലോവേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്നത് ജോൺ ബാർനെറ്റിന്റെ കഥയാണ്.
ബോയിങ്ങിൽ 32 വർഷം ജോലി ചെയ്ത മുൻ ക്വാളിറ്റി മാനേജർ ആയിരുന്നു അദ്ദേഹം. ബോയിങ് 787 ഡ്രീം ലൈനറിലെ നിർമ്മാണ പ്രശ്നങ്ങൾ പലതവണ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ബാർനെറ്റ് ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഇവയൊക്കെയായിരുന്നു. വേഗത കൂട്ടാൻ വേണ്ടി ബോയിങ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരുന്നു, വിമാനത്തിൽ നിലവാരം കുറഞ്ഞ പാർട്സുകൾ ഉപയോഗിക്കുന്നു, അടിയന്തര സാഹചര്യത്തിൽ യാത്രക്കാർക്ക് ഉപയോഗിക്കാനുള്ള ഓക്സിജൻ നൽകുന്ന സംവിധാനത്തിന് 25% വരെ തകരാർ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്നാൽ ബോയിങ് ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് ആ ഭാഗങ്ങൾ വിമാനത്തിൽ ഘടിപ്പിച്ചു. എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്നത് ജോൺ ബാർനെറ്റ് ഇതിനെക്കുറിച്ചൊക്കെ മൊഴി നൽകാൻ വേണ്ടി കോടതിയെ സമീപിക്കാനിരുന്നപ്പോൾ 2024 മാർച്ച് മാസം ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. ഇതൊരു ആത്മഹത്യയാണെന്നാണ് പോലീസ് പറയുന്നതെങ്കിലും രഹസ്യങ്ങൾ പുറത്തു പറയാനായി മുന്നോട്ട് വന്ന ഒരു വ്യക്തി ദുരൂഹമായി മരിച്ചത് എല്ലാവർക്കും സംശയമുണ്ടാക്കി. And the next morning, hotel staff found Barnett unresponsive in the parking lot. Police say the truck was locked and he was found with a gun in his hand. അദ്ദേഹത്തിന്റെ ഫാമിലി പോലീസിനെ വിശ്വസിച്ചില്ല. തുടർന്ന് അതിനെ സംബന്ധിച്ച കേസുകൾ കോടതിയിൽ നടക്കുകയാണ്. ജോൺ ബാർനെറ്റിന്റെ മരണശേഷം ഏകദേശം 2 മാസത്തിന് ശേഷം ബോയിങ്ങുമായി ബന്ധപ്പെട്ട മറ്റൊരു വിസിൽ ബ്ലോവറായ ജോഷുവ ഡീൻ എന്ന വ്യക്തി അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. A Boeing whistleblower who alleged Spirit leadership had ignored manufacturing defects on the 737 MAX has suddenly died. This is the second Boeing whistleblower to have died in the last 2 months as the company has come under increased scrutiny. വളരെ റീസെന്റായി സാം സെയിൽസ്ബോർ എന്നൊരു വിസിൽ ബ്ലോവർ ഈ പറഞ്ഞ ബോയിങ് 787 ഡ്രീം ലൈനർ എന്ന വിമാനങ്ങൾക്കെതിരെ മറ്റൊരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി. വിമാന നിർമ്മാണത്തിനിടയിൽ പാർട്സുകൾ കൂട്ടിച്ചേർക്കുന്നതിനിടയിൽ വിടവുകൾ ഉണ്ടെന്നും അത് ഓവറോൾ വിമാനത്തിന്റെ ഒരു ബലത്തിനെ ബാധിക്കുന്നുണ്ടെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. ഈ പ്രശ്നങ്ങൾ വിമാനത്തിന്റെ ആയുസിനെ ബാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ വ്യക്തികൾ ചൂണ്ടിക്കാണിച്ച വിമാനമായ ബോയിങ് 787 എന്ന വിമാനം തന്നെയാണ് ഇപ്പോൾ വിപത്തിന് പാത്രമായ എയർ ഇന്ത്യ 171 വിമാനം. അഹമ്മദാബാദിൽ നടന്ന ഈ ഒരു സംഭവം എണ്ണമറ്റ ഇന്ത്യക്കാരെയാണ് കണ്ണീരിൽ ആഴ്ത്തിയത്. വിമാനത്തിലുണ്ടായിരുന്ന 242 പേരിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. വിമാനത്തിന്റെ എമർജൻസി എക്സിറ്റിനടുത്ത് 11A എന്ന സീറ്റിലിരുന്ന വിശ്വാസ് കുമാർ രമേശ് എന്ന വ്യക്തിയാണ് രക്ഷപ്പെട്ടത്. വിമാന അപകടത്തെ തുടർന്ന് എമർജൻസി എക്സിറ്റ് വഴി അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു ഇദ്ദേഹം. താൻ എങ്ങനെയാണ് പുറത്തു വന്നതെന്ന് വിശ്വസിക്കാനാവുന്നില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. मेरे खुद को भी बिलीव नहीं होता कि मैं कैसे उसमें से जिंदा बाहर निकला. വിമാനത്തിലുണ്ടായിരുന്നവരല്ലാതെ ഈ ഫ്ലൈറ്റ് വന്ന് ഇടിച്ചു കയറിയ ഹോസ്റ്റലിലെ ജീവനക്കാരും അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളും ഈ അപകടത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത വിധം കരിഞ്ഞു പോയതിനാൽ DNA ടെസ്റ്റുകൾ നടത്തിയാണ് ആളുകളെ തിരിച്ചറിഞ്ഞത്. ഈ ഒരു സംഭവം അഹമ്മദാബാദിലെ ജനങ്ങളെയും ഇന്ത്യക്കാരെയും ലോകത്തെമ്പാടുമുള്ള മനുഷ്യസ്നേഹികളെയും ദുഃഖത്തിലാഴ്ത്തി. എയർ ഇന്ത്യക്കുണ്ടായ ഈ ഒരു ദുരന്തം ഏവിയേഷൻ രംഗത്തെ സാങ്കേതിക മികവിനൊപ്പം ദുർബലമായ മറ്റൊരു വശം കൂടി ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഈ അപകടത്തിലെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബോയിങ് അവരുടെ വിമാനങ്ങളിൽ എന്തെങ്കിലും സുരക്ഷാ വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരം ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ വ്യക്തമായ ഉത്തരങ്ങളും ശക്തമായ നടപടികളും ആവശ്യമാണ്. ഇതൊക്കെ പറയുമ്പോഴും ലോകത്ത് യാത്ര ചെയ്യാൻ ഏറ്റവും സേഫസ്റ്റ് മീഡിയം വിമാനങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുക. കൂടാതെ ഇത്തരം വാർത്താ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.